2026 മെയ് മാസം നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഫലം കേരളത്തിൽ CPIM പരാജയപ്പെട്ടാൽ ഇന്ത്യയിൽ ഇടതുപക്ഷം ഒരു സംസ്ഥാനത്ത് പോലും ഭരിക്കാത്ത, അവർക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരു പരീക്ഷണ സംസ്ഥാനമെങ്കിലും ഇല്ലാത്ത ഒരു രാഷ്ട്രീയ അന്തരീക്ഷം വന്നു ചേരും. അവർക്ക് വേണമെങ്കിൽ ഇതിനെ കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അത് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ടാക്ടിക്സ് എടുക്കണം എന്നുള്ള ആലോചനയാണ് സത്യം പറഞ്ഞാൽ ഇനി നടക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. യുവൻ്റെ സ്റ്റോറിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ അവലംബിച്ചുകൊണ്ട് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വിവിധ മുന്നണികളുടെ രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ പെർഫോമൻസ് ലെവൽ എങ്ങനെയായിരിക്കും എന്ന് പരിശോധിക്കുകയായിരുന്നു നമ്മൾ. അതിൽ ഇന്ന് CPMൻ്റെ പെർഫോമൻസ്, LDFൻ്റെ അല്ല CPMൻ്റെ പെർഫോമൻസാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. കോൺഗ്രസ് കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും കോൺഗ്രസ് ഒറ്റയ്ക്ക് 70 സീറ്റെങ്കിലും ജയിക്കുമെന്നും UDFന് 100 സീറ്റ് കിട്ടുമെന്നും അവകാശപ്പെടുമ്പോൾ LDF ലക്ഷ്യമിടുന്നത് 110 സീറ്റാണ് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിമാരുമായിട്ടുള്ള സംഭാഷണത്തിൽ പറഞ്ഞത് എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. 110 സീറ്റിലേക്ക് LDF എത്തണമെങ്കിൽ CPM എത്ര സീറ്റിൽ ജയിക്കേണ്ടി വരും? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2021 CPM അവരുടെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ നിയമസഭാ സീറ്റുകൾ വിജയിക്കുന്നത്. 62 നിയമസഭാ സീറ്റുകളാണ് 2021 CPM നേടിയത്. 77 സീറ്റിൽ മത്സരിച്ച CPM 62 വിജയിക്കുന്നു. അതിനു മുമ്പ് 2006 തൊട്ടു മുമ്പത്തെ ഏറ്റവും അധികം സീറ്റ് CPMനുള്ളത്. അന്ന് VS അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിൽ LDF തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ 61 സീറ്റിൽ CPMന് ജയിക്കാൻ സാധിച്ചു. ഇവിടെ നിന്നുകൊണ്ട് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ CPMന് ഏതളവിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കും? 110 എന്ന LDFൻ്റെ ലക്ഷ്യം, അതിലേക്ക് CPMന് എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും? പ്രായോഗികമായി എത്രത്തോളമാണ് സാധ്യതകൾ എന്ന് പരിശോധിക്കുകയാണ്. പക്ഷേ നമ്മൾ നോക്കുമ്പോൾ ഈ 2021 CPMനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പീക്ക് ടൈമാണ്. കഴിഞ്ഞ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൽ ആൻറ്റി ഇൻകുംബൻസി വലിയ തോതിൽ ഉണ്ടായിരുന്നു എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. CPM ലോക്കൽ ബോഡി ഇലക്ഷൻസിനെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വേസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്തു. എവിടെയാണ് CPMന് സത്യം പറഞ്ഞാൽ ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അധികാരത്തുറച്ച് ഉറപ്പാക്കാൻ പാകത്തിൽ സീറ്റുകൾ കിട്ടാൻ സാധ്യത, അല്ലെങ്കിൽ അതിനുള്ള സാധ്യത എത്രത്തോളമാണ്? കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം നമ്മൾ അനലൈസ് ചെയ്യും. CPIMൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പെർഫോമൻസാണ് 2021 എന്നത് അവിടെ നിൽക്കുന്നുണ്ട്. അതോടൊപ്പം കഴിഞ്ഞ ഒരു 10-20 വർഷമായി CPIMൻ്റെ വോട്ട് ഷെയറിൽ കാര്യമായ വ്യത്യാസമില്ലാതെ നിലനിർത്താൻ കഴിയുന്നുണ്ട് എന്ന കാര്യവും അവിടെ നിൽക്കുന്നുണ്ട്. എന്നാൽ LDF UDF തമ്മിലുള്ള വ്യത്യാസം 5%, അതിന് പുറമേ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ 13% മറ്റുള്ളവർ എന്ന കാറ്റഗറിയും വെച്ച് ഗ്രൗണ്ടിൽ BJPയുടെ വളരെ സ്ട്രാറ്റജിക്കലായ പൊസിഷനിങ് വെച്ച് ഗ്രൗണ്ടിൽ ഒരു ആൻറ്റി ഇൻകംബൻസി പ്രതിഫലിക്കുന്നുണ്ടെങ്കിൽ, ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, അത് രേഖപ്പെടുത്താതെ പോകില്ല അസംബ്ലി തെരഞ്ഞെടുപ്പ് എന്ന് സ്പഷ്ടമാണല്ലോ. അതുകൊണ്ട് 110 സീറ്റ് എന്ന ലക്ഷ്യമൊക്കെ ഒരുപക്ഷെ ഒരു ക്യാമ്പയിൻ സ്ലോഗൻ എന്ന മട്ടിൽ വെക്കുന്നതല്ലാതെ അതിലൊന്നും ഏതെങ്കിലും തരത്തിലുള്ള ഒരു റിയാലിറ്റി സെൻസ് ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. അതേസമയം CPIM അതിനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈക്കോളജിക്കൽ വാർഫെയർ എന്നുള്ള നിലയിലാണ്. കാരണം UDF 100 പറയുമ്പോൾ ഞങ്ങൾ 110 പറയുന്നു. അത് പ്രവർത്തകരുടെ നേതാക്കളുടെയൊക്കെ ഒരു ഊർജ്ജം, മനോവീര്യം ഉയർത്തി കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു സ്ലോഗനേറിംഗ് മാത്രമേ അത്രേ ഉള്ളൂ. അതേസമയം CPIMനെ സംബന്ധിച്ച് മൂന്നാം സർക്കാർ രൂപീകരിക്കുന്നതിലേക്ക് നീങ്ങുക എന്നത് അവരെ സംബന്ധിച്ച് ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തെക്കാൾ പ്രധാനപ്പെട്ടതാണ്. അതായത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അരനൂറ്റാണ്ട് ഇന്ത്യയിൽ 3 സംസ്ഥാനങ്ങളിലായി മാറി മാറി ഭരണം നടത്തി. 1970കളുടെ പകുതി മുതൽ ഇങ്ങോട്ട് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെങ്കിലും ഭരണമില്ലാത്തൊരവസ്ഥ ഇന്ത്യയിലുണ്ടായിട്ടില്ല. ഏതാണ്ട് 12 വർഷത്തോളം ത്രിപുരയിലും കേരളത്തിലും ബംഗാളിലും ഒരേ സമയം 3 സംസ്ഥാനങ്ങളിൽ ഭരണമുള്ള അവസ്ഥയുണ്ടായി. 30 വർഷത്തോളം കേരളത്തിൽ, 34 വർഷം ബംഗാളിൽ, അതിലധികം വർഷം ത്രിപുരയിൽ പാർട്ടി ഭരിച്ചു. പക്ഷേ 2026 മെയ് മാസം നടക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഫലം കേരളത്തിൽ CPIM പരാജയപ്പെട്ടാൽ ഇന്ത്യയിൽ ഇടതുപക്ഷം ഒരു സംസ്ഥാനത്ത് പോലും ഭരിക്കാത്ത,
അവർക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരു പരീക്ഷണ സംസ്ഥാനമെങ്കിലും ഇല്ലാത്ത ഒരു രാഷ്ട്രീയ അന്തരീക്ഷം വന്നു ചേരും. അതുകൊണ്ട് CPM-നെ സംബന്ധിച്ച് അങ്ങേയറ്റം നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയാം. അതിനുള്ള ആവേശം പകരാനുള്ള ഒരു നമ്പറായി മാത്രമേ ഈ 110-നെ കണക്കാക്കാനാവൂ. എന്നാൽ CPIM-ന് വിജയം നേടിയെടുക്കാൻ കഴിയും, അല്ലെങ്കിൽ തീർത്തും പരാജയപ്പെടുന്നൊരു സാഹചര്യം ഒഴിവാക്കാനാകും എന്ന് പാർട്ടി അണികളെ ബോധിപ്പിക്കാവുന്ന, അല്ലെങ്കിൽ ആ മെഷീനറിയെ ചലിപ്പിക്കാവുന്ന ചില ഘടകങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 80 സീറ്റുകളിൽ UDF മുന്നിൽ നിൽക്കുന്നു എന്നതൊന്നും ആ ഒരു മെഷീനറിയെ ഇത് ബോധ്യപ്പെടുത്താൻ തടസ്സമാകില്ല. അത് ബോധ്യപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിരിക്കും 110 സീറ്റിലെ വിജയസാധ്യത എന്ന കാര്യം ഉന്നയിക്കുന്നത് എന്നേ എനിക്ക് തോന്നുന്നുള്ളൂ. CPM-ന് വേണമെങ്കിൽ തിരിച്ചു വരാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പോഴും അവിടെ അവശേഷിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിനൊരു കണക്കെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ഒരു 4-5 തെരഞ്ഞെടുപ്പുകൾ, അല്ലെങ്കിൽ ഒരു 2001 മുതലുള്ള തെരഞ്ഞെടുപ്പുകളിലെ CPM-ന്റെ മാത്രം വോട്ട് ഷെയർ, LDF-ന്റെ വോട്ട് ഷെയർ അവിടെയുണ്ട്, അതിൽ CPM-ന്റെ മാത്രം വോട്ട് ഷെയർ നമ്മൾ എടുക്കുകയാണെങ്കിൽ 2001-ൽ അത് 23.85%. അതായത് 100 സീറ്റ് UDF ജയിക്കുന്ന തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ വോട്ട് ഷെയർ 23.85%. അതേസമയം 2006-ൽ CPM വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ട് VS അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്ന ആ തെരഞ്ഞെടുപ്പിൽ 30.45% വോട്ട് CPM-ന് മാത്രമുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള കണക്കുകൾ പക്ഷേ കൗതുകകരമാണ്. കാരണം 2011 എടുത്താൽ 28.16% വോട്ടാണ് 2011-ൽ CPM-നുള്ളത്. അന്ന് CPM-ന് കിട്ടിയതാകട്ടെ 38 സീറ്റുകളായിരുന്നു നിയമസഭയിൽ. 2016-ലേക്ക് വരുമ്പോൾ അത് 26.7% കുറയുകയാണ് ചെയ്തത്. 2011-ൽ 28 ഉള്ളത് 2016-ലേക്ക് വരുമ്പോൾ 26.7% കുറയുകയാണ് CPM-ന്റെ വോട്ട് പെർസെൻറ്റേജ്. പക്ഷേ അത് സീറ്റായിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടുമ്പോൾ 58 സീറ്റ് എന്നുള്ള നിലയിലേക്ക് വരുന്നുണ്ട് CPM-ന്. അത് കഴിഞ്ഞ് 2021-ലേക്ക് വന്നാൽ വീണ്ടും വോട്ട് ഷെയർ കുറയുന്നുണ്ട്. 25.38% വോട്ട് ഷെയർ കുറയുന്നു. പക്ഷേ സീറ്റുകളുടെ എണ്ണം 62% കൂടുന്നു. ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ പെർസെൻറ്റേജ് കൂടെ നോക്കിയാൽ, ലോക്കൽ ബോഡി ഇലക്ഷനിൽ CPM-ന്റെ വോട്ട് ഷെയർ എന്ന് പറയുന്നത് 26.17%. അതായത് 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് ഷെയർ ഈ 2025-ലെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ CPM-ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ CPM-ന്റെ വോട്ട് ഷെയർ ഏതാണ്ട് കൺസിസ്റ്റന്റ് ആയി നിലനിൽക്കുന്നത് CPIM-ന്റെ ശരാശരിക്ക് മേലെയാണ്. ഞാൻ പറയുന്നത് വെച്ചാൽ CPM-ന്റെ ഒരു അടിസ്ഥാന വോട്ട് എന്ന് പറയുന്നത് ഏതാണ്ട് കൺസിസ്റ്റന്റ് ആയി അവിടെ ഉണ്ട്. അപ്പോൾ ഇതിനെ സീറ്റായി കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ കൂടെ നിൽക്കുന്ന LDF-ന്റെ മറ്റ് കക്ഷികളുടെ CPI, കേരള കോൺഗ്രസ് M, ജനതാദൾ സെക്കുലർ, അല്ലെങ്കിൽ RJD, അങ്ങനെയുള്ള തുടങ്ങിയ പാർട്ടികളുടെ മൊത്തം വോട്ട് ഷെയറും കൂടെ ചേർത്തുകൊണ്ട് ഒരു വിന്നിങ് ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരിക്കും CPM ആലോചിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് ആത്മവിശ്വാസം നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അവരുടെ വോട്ട് ഷെയർ അവിടെ കൺസിസ്റ്റൻ്റ് ആയി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതൊക്കെ മേഖലകളിൽ നിന്നാണ് CPM-ൻ്റെ ഈ വിജയം, CPM വിജയിക്കുന്ന ഘട്ടങ്ങളിൽ ഏത് മേഖലകളിലാണ് അവർ സീറ്റ് കൂടുതൽ നേടിയിട്ടുള്ളത് എന്നും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആ മേഖലകളുടെ അവസ്ഥ എന്താണ് എന്നുകൂടി നോക്കുകയാണെങ്കിൽ കുറേ കൂടി കാര്യം ക്ലിയർ ആവും. അവിടെ എനിക്ക് തോന്നുന്നു മലബാർ മേഖലയിലുണ്ടായ ഒരു വലിയ തിരിച്ചടി അത് വളരെ എക്സ്പ്ലിസിറ്റ് ആണത്, വളരെ ഒബ്വിയസ് ആണത്. അതൊഴിച്ചാൽ മറ്റിടങ്ങളിൽ അത്ര വലിയൊരു തിരിച്ചടി സംഭവിച്ചു എന്ന് കരുതാൻ പ്രശ്നമുണ്ട്. മലബാർ മേഖലയിൽ CPM വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്ന സമയത്തൊക്കെ വലിയ കോൺട്രിബ്യൂഷൻ മലബാർ മേഖലയിൽ നിന്നുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കോഴിക്കോടാണെങ്കിലും കണ്ണൂരാണെങ്കിലും അല്ലെങ്കിൽ മലബാറിനോട് അടുത്തെടുക്കുന്ന പാലക്കാട് ജില്ലയിൽ നിന്നാണെങ്കിലും ഒക്കെ വലിയ കോൺട്രിബ്യൂഷൻ CPM വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ കിട്ടിയ സമയത്തൊക്കെ വന്നിട്ടുണ്ട്. ഈ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ആ മേഖലയിലൊക്കെ വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ എടുത്തു കഴിഞ്ഞാൽ 2016, 2021 ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുത്തു കഴിഞ്ഞാൽ CPM-ന് വലിയ കോൺട്രിബ്യൂഷൻ നൽകിയ ജില്ലകൾ ഇപ്പുറത്തുണ്ട്. ഗ്രൗണ്ടിലുള്ള CPM-ന്റെ ഏറ്റവും അടിത്തട്ടിലുള്ള CPM-ന്റെ വോട്ട് ഷെയർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അത് 20-നും 29-നും ഇടയിലാണ് നിന്നിട്ടുള്ളത്. ഹിസ്റ്റോറിക്കലി അതങ്ങനെയാണ്. 1960-കളിൽ 23%,
പാർട്ടി രൂപീകരിച്ചതിന് ശേഷമുള്ള 6 വർഷത്തെ കണക്ക് മാത്രമേ 67 തെരഞ്ഞെടുപ്പൊക്കെ വെച്ചിട്ടുള്ളത്. 70-കളിൽ 22%, 1980-കളിൽ 24%, 90-കളിൽ 25%, 2000 മുതൽ 2010 വരെയുള്ള 2004, 2006 VS ഈ പാർലമെൻ്ററി പ്രവർത്തനത്തെ മുന്നിൽ നിന്ന് നയിച്ച ആ പതിറ്റാണ്ടിലാണ് ഏറ്റവും ഉയർന്ന വോട്ട് ഷെയർ ഉള്ളത്, 29% ശരാശരി. 2010 ശേഷമുള്ള ഒരു പതിറ്റാണ്ടിൽ 26%, 2020 ഏതാണ്ട് ഇതുവരെയുള്ള ഈ 3 തെരഞ്ഞെടുപ്പുകളിൽ 25.5%. ഇതാണ് അതിൻ്റെ ശരാശരി. ഇതാണ് എൻ്റെ ശരാശരി. ഈ ശരാശരി വെച്ച് ഏതെങ്കിലും തരത്തിലുള്ള വലിയ ഡിപ്പ് സംഭവിക്കുന്നതായി പറയാൻ കഴിയില്ല. ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൂടി നേരത്തെ രാജീവ് പറഞ്ഞ കണക്കുമായി ഇത് മാച്ച് ചെയ്ത് പോകുന്നുണ്ട്. അത് മാച്ച് ചെയ്ത് പോകുന്നുണ്ട്. അതിൽ ഇപ്പം ഈ പറഞ്ഞ കണക്കിൽ ഇപ്പോൾ VS ലീഡർഷിപ്പിൽ നയിച്ച ആ ദശകത്തിലാണ് ഏറ്റവും കൂടുതൽ വോട്ട് ഷെയർ CPM ഉണ്ടായത് എന്ന് പറഞ്ഞല്ലോ. ആ ദശകത്തിലാണ് CPM അതിൻ്റെ അതുവരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയ 2 വിജയങ്ങൾ നേടിയത്. ഒന്ന് 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വലിയ വിജയം, പിന്നെ 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വലിയ വിജയം. പക്ഷെ അന്നും ഈ 2006 നേരത്തെ പറഞ്ഞ പോലെ 30.45% വോട്ട് പെർസെൻറ്റേജ് കിട്ടുമ്പോഴും അത് 61 സീറ്റായി മാത്രമേ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുള്ളൂ. അതിനുശേഷം വോട്ട് ഷെയർ കുറയുമ്പോഴും സീറ്റ് കൂടുന്ന കാഴ്ച കാണുന്നുണ്ട്. ഇവിടെ ഒരു കാര്യം എനിക്ക് അന്വേഷിക്കാനുള്ളത്, 2008 ഈ ഡിമാർക്കേഷന് ശേഷം ഏതാണ്ട് ഒരു നിശ്ചിത മണ്ഡലങ്ങളിൽ CPIM-ന് LDF-ന് വിജയിച്ച് കയറാവുന്ന വിധത്തിൽ ആണ് അതിൻ്റെ ഫോർമേഷൻ സംഭവിച്ചിരിക്കുന്നത് എന്നും ചുരുക്കം ഒരു 30 സീറ്റുകളുടെ മത്സരമേ യഥാർത്ഥത്തിൽ കേരളത്തിൽ നടക്കുന്നുള്ളൂ എന്നുമുള്ള ഒരു വിശ്വാസമുണ്ട്. അല്ലെങ്കിൽ ധൂകരിക്കുന്ന വിധത്തിലാണ് ഈ കണക്കുകൾ കാണുന്നത്. ഞാൻ നേരത്തെ സംസാരിച്ചപ്പോൾ 2011 കണക്ക് പറഞ്ഞു. 2011 28.18% വോട്ടും 38 സീറ്റ് എന്നാണ് ഞാൻ പറഞ്ഞത്. 38 45 സീറ്റ് അന്ന് CPM-ന് ഉണ്ടായിരുന്നു. അപ്പോൾ 28.18% വോട്ട്, അതിന് തൊട്ട് മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ 30.45 ഉണ്ടായിരുന്നത് 2-2.5% CPM-ൻ്റെ വോട്ട് ഷെയർ കുറയുന്നു. എന്നാലും അവരുടെ സീറ്റുകളുടെ എണ്ണം 61-ൽ നിന്ന് 45-ലേക്ക് താഴുകയാണ് ചെയ്യുന്നത്, 45-ൽ എത്തി നിൽക്കുകയാണ് ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പിൽ 2016 വരുമ്പോൾ വീണ്ടും വോട്ട് പെർസെൻറ്റേജ് കുറയാണ്, ഏതാണ്ട് 2% കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ സീറ്റുകളുടെ എണ്ണം 58 വർദ്ധിക്കുന്നു. 2016 2021 വരുമ്പോൾ 2006 കമ്പയർ ചെയ്യുമ്പോൾ 10% ഡിപ്പാണ്. 2006 30.45 എന്നുള്ളത് 2021 എത്തിക്കുമ്പോൾ 25.38, ഏതാണ്ട് 10% കുറവുണ്ട് CPM-ൻ്റെ വോട്ട് ഷെയറിൽ. പക്ഷേ സീറ്റുകളുടെ എണ്ണം 62-ലേക്ക് വരുന്നു. ഇത് ഈ 2008 മണ്ഡല പുനർനിർണയത്തിന് ശേഷം ആ ഒരു ഭാഗമാണ് പലരും പരിഗണിക്കാതെ വിടുന്നത്. അതെ, ആ ഒരു ഭാഗമാണ് പലരും പരിഗണിക്കാതെ വിടുന്നത്. ആ മണ്ഡല പുനർനിർണയത്തിന് ശേഷം LDF-ന് വിശിഷ്യ CPIM-ന് മത്സരിച്ച് വിജയിക്കാവുന്ന വിധത്തിൽ മണ്ഡലങ്ങളുടെ ഒരു അതേസമയം പഞ്ചായത്തിലേക്കും ലോക്സഭയിലേക്കും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇതേ അസംബ്ലി സെഗ്മെൻറ്റുകളെല്ലാം തന്നെ അല്ലെങ്കിൽ മഹാഭൂരിപക്ഷവും UDF-നോടൊപ്പം നിന്നിട്ടുമുണ്ട്. അത് പക്ഷേ ഒരു ഡിഫറെൻറ്റ് സിനാരിയോ ആണല്ലോ. ലോക്സഭ പർട്ടിക്കുലർലി ഒരു പ്രത്യേക സിനാരിയോ ആണ്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ പക്ഷേ ഈ 2025 കണ്ടതുപോലെ ഒരു സിറ്റുവേഷൻ നമ്മൾ കാണുന്നത് 2010 മാത്രമാണ്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കണ്ടിന്യൂസ് ആയിട്ട് CPM-ഉം LDF-ഉം മുന്നേറുന്ന കാഴ്ചയാണ് സാധാരണ കാണാറ്. പക്ഷേ 2010-ലും 2025-ലും ഒരു ഡിഫറെൻറ്റ് സിനാരിയോ ഉണ്ടായി. ഈ സിനാരിയോ ഉണ്ടെങ്കിൽ പോലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ CPM-ൻ്റെ വോട്ട് ബേസ് എന്ന് പറയുന്നത് അവിടെ 26.17% ഈ ലോക്കൽ ബോഡി ഇലക്ഷനിലുമുണ്ട്. അവർക്ക് വേണമെങ്കിൽ ഇതിനെ കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അത് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ടാക്ടിക്സ് എടുക്കണം എന്നുള്ള ആലോചനയാണ് സത്യം പറഞ്ഞാൽ ഇനി നടക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും അവർ വലിയ തോതിൽ ഭരണ നേട്ടങ്ങളിൽ ഊന്നൽ കൊടുക്കണം, വിവിധ വകുപ്പുകളുടെ പെൻഡിങ് പ്രോജക്റ്റുകൾ മുഴുവൻ പൂർത്തിയാക്കണം, വലിയ തോതിലുള്ളൊരു വികസന അജണ്ട വെച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകണം എന്ന് ആലോചിക്കുന്നത് അതുകൊണ്ടായിരിക്കും. അത് വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ വോട്ട് ബേസിൽ നിന്നുകൊണ്ട് തന്നെ ഒരു നിയമസഭയിൽ ഭൂരിപക്ഷം LDF-ന് നൽകാൻ പാകത്തിലുള്ളൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കും എന്നായിരിക്കും CPM കരുതുക എന്നെനിക്ക് തോന്നുന്നു. ഈ വികസന അജണ്ട തന്നെ മാത്രം മുന്നോട്ട് വെച്ചുകൊണ്ട് കേരളത്തിലൊരു പൊളിറ്റിക്കൽ വിക്ടറി അത് സാധ്യമാണോ? സത്യത്തിൽ വികസന അജണ്ട മാത്രം മുന്നോട്ട് വെച്ചുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഉള്ള വോട്ടർമാരുടെ ആറ്റിറ്റ്യൂഡും അതിൻ്റെ സ്വഭാവവും തീർത്തും വ്യത്യസ്തമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിന്നും. ഞാൻ കേരളത്തെ മാറ്റി നിർത്തുന്നു. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പൊതുവായി തന്നെ ആൻറ്റി ഇൻകംബൻസിയുടെ
തോത് അത് ഫീൽ ചെയ്യുന്നതിൻ്റെ അളവ് കുറഞ്ഞു വരുന്നൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ബീഹാറിൻ്റെ കഥ എടുത്താൽ ആവർത്തിച്ച് ഒരേ സർക്കാരിനെ കൊണ്ടുവരികയാണ്. ആൻറ്റി ഇൻകംബൻസി ഒരു കാലത്ത് സ്വാഭാവികമായിരുന്നെങ്കിൽ ഇപ്പോൾ ഇന്ത്യൻ തെരഞ്ഞെടുപ്പുകളിൽ പൊതുവായി തന്നെ ഒരു സർക്കാരിനെ നിലനിർത്താനുള്ള പ്രവണത കൂടി കൂടുതലായിട്ടുണ്ട്. അതോടൊപ്പം ബീഹാറിൽ മാത്രമല്ല, ബീഹാർ, ഗുജറാത്ത്, UP, ഹരിയാന എന്ന് തുടങ്ങി മിക്കവാറും സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ പ്രണോയ് റോയിയുടെ ഒക്കെ നിരീക്ഷണം ആൻറ്റി ഇൻകംബൻസിയുടെ ഘട്ടം ഇന്ത്യയിൽ കഴിയുകയാണ്, മറിച്ച് സ്റ്റേബിളായ സർക്കാരുകളെ തുടർന്ന് പിന്തുണക്കുന്ന ഒരു പ്രവണത തെരഞ്ഞെടുപ്പുകളിൽ കാണുന്നുണ്ട് എന്നാണ്. അതോടൊപ്പം അതിൽ അതിലൊരു മറ്റേ അപവാദമുള്ളത് ഒഡീഷയായിരിക്കും. ഒഡീഷയിൽ വളരെ കണ്ടിന്യൂസ് ആയിട്ട് കുറെ കാലം അധികാരത്തിലിരുന്ന നവീൻ പട്നായിക്കിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ കഴിഞ്ഞ ഇലക്ഷനിൽ തോറ്റ് BJPയുടെ അധികാരം. അതോടൊപ്പം ആ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള സർക്കാരിൻ്റെ ഒരു സൗകര്യം അത് പഴയതിനേക്കാൾ, പണ്ടൊക്കെ സർക്കാരുകൾ ഒരു കാരണവശാലും തെരഞ്ഞെടുപ്പ് മാർഗനിർദ്ദേശത്തെ ധാർമ്മികമായി തന്നെ ലംഘിക്കുന്ന കാര്യങ്ങളിലേക്ക് കടക്കാതെ വളരെ സൂക്ഷ്മമായി ന്യൂട്രലായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടത്തി പോവുക. പക്ഷേ ഈ അടുത്ത കാലത്ത് കാണുന്ന ഒരു പ്രവണത ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ മുഴുവനും ഉപയോഗപ്പെടുത്തി, എല്ലാത്തരം വികസന പ്രവർത്തനങ്ങളെയും അതോടൊപ്പം ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും ഉപയോഗപ്പെടുത്തി നിലവിലുള്ള സർക്കാരുകൾ തെരഞ്ഞെടുപ്പ് നടത്തുന്ന സാഹചര്യമുണ്ട്. ബീഹാറിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് യഥാർത്ഥത്തിൽ അതാണ്. അതേ ഒരു മാതൃകയുടെ സൂചനയാണ് രാജീവ് നേരത്തെ പറഞ്ഞ വികസന കാര്യങ്ങളിലേക്ക് ഊന്നാനുള്ള തീരുമാനം. അതൊരു തെരഞ്ഞെടുപ്പ് നടത്തിപ്പിൻ്റെ പുതിയൊരു രീതിയാണ്. രാഷ്ട്രീയമായ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നതിന് പകരം വികസനത്തിലൂന്നി കൂടെയുള്ള സ്ഥാപനങ്ങളെയും സംവിധാനങ്ങളെയും പരമാവധി ഉപയോഗപ്പെടുത്തി തെരഞ്ഞെടുപ്പ് നടത്തുക എന്നത് 10 വർഷമായി ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ച് കുറെ കൂടി സൗകര്യപ്രദമാകും. ഈ ഒരു കാര്യം കൂടി യഥാർത്ഥത്തിൽ ഇതിനകത്തേക്ക് പരിഗണിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊക്കെ ഇതെല്ലാം CPMന് ഏതെങ്കിലും സാധ്യത നൽകുന്നുണ്ടെങ്കിൽ അതിലേക്ക് പങ്ക് വഹിക്കുന്ന ഘടകങ്ങൾ മാത്രമല്ല. ഞാൻ ചോദിക്കുന്നത് അതങ്ങനെ ആയിരിക്കെ തന്നെ, അതായത് ഒരു അധികാരത്തിലിരിക്കുന്ന സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ഒരു പ്രൊപ്പഗാൻഡ മെക്കാനിസം മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുകയും അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എടുക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് അവിടെ നിലനിൽക്കെ തന്നെ കേരളം പോലൊരു സൊസൈറ്റിയിൽ അതുകൊണ്ട് മാത്രം ഇലക്ഷനെ നേരിടാൻ പറ്റില്ലല്ലോ. സാമൂഹ്യമായ വിഷയങ്ങളുണ്ട്, രാഷ്ട്രീയമായ വിഷയങ്ങളുണ്ട്, സാമുദായികമായ ഘടകങ്ങളുണ്ട്, ഇതിനോടൊക്കെ പൊളിറ്റിക്കൽ സിസ്റ്റം എടുക്കുന്ന നിലപാടുകളുണ്ട്. ഇപ്പം തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളിലും CPM എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് വിവിധ സമുദായ വിഭാഗങ്ങളെ അകറ്റുന്നതാണ് എന്നുള്ള വിമർശനമുണ്ട്. അല്ലെങ്കിൽ CPM ഇറ്റ്സെൽഫ് ഒരു സോഫ്റ്റ് ഹിന്ദുത്വ ലൈനിലേക്ക് മാറുന്നു എന്നുള്ള തോന്നലുകളുണ്ട്. ഇതൊക്കെ അഡ്രസ്സ് ചെയ്യാതെ വികസനം മാത്രം, അതായത് ഇപ്പോൾ ദേശീയപാതയാണെങ്കിലും ഗെയിൽ പൈപ്പ് ലൈനാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് ലൈഫ് മിഷനിൽ പൂർത്തീകരിച്ച വീടുകളുടെ എണ്ണാണെങ്കിലും ക്ഷേമ പെൻഷൻ ആണെങ്കിലും ഇങ്ങനെ 100,000 കാര്യങ്ങൾ ഒരുപക്ഷെ പറയാനുണ്ടാവും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഭൗതിക സൗകര്യങ്ങൾ ഉണ്ടാക്കിയ മെച്ചപ്പെടുത്തൽ, ഇതൊക്കെ കഴിഞ്ഞ ഇലക്ഷനും ഉന്നയിക്കപ്പെട്ട വിഷയങ്ങളാണ്. ഇതൊക്കെ വെച്ചുകൊണ്ട് മാത്രം ഇലക്ഷനെ ഫൈറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ കേരളത്തിൽ. ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരും. ഇതിനൊക്കെ മറുപടി പറയണം എന്നത് മാത്രമല്ല, കേരളത്തിൽ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പ്രധാനമായും കേരളത്തിൻ്റെ ഡെമോഗ്രഫി അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം ജനസംഖ്യ, അതോടൊപ്പം തന്നെ ഹിന്ദു ജനവിഭാഗത്തിലെ വിവിധ സമുദായങ്ങൾ, ഇതിൻ്റെ എല്ലാം വോട്ടിൻ്റെ ഒരു ചെറിയ ചങ്കെങ്കിലും കിട്ടാതെ ആരും ഇവിടെ വിജയിക്കില്ല. അതുകൊണ്ട് തന്നെ ആ അലൈൻമെൻറ്റ് കറക്റ്റാണെങ്കിൽ മാത്രമേ ഏത് മുന്നണിയാണെങ്കിലും, തീർത്തും ഏതെങ്കിലും ഒരു സമൂഹത്തെ ദൂരെ നിർത്തിക്കൊണ്ട് കേരളത്തിൽ ഒരു മുന്നണിക്കും ജയിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് ആ വോട്ട് എവിടെ നിന്ന് വരും എന്നതാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതാവുക. ഈഴവ സമൂഹത്തിൽ നിന്നാണ് CPIMന് ഏറ്റവും കൺസിസ്റ്റൻ്റായി വോട്ട് കിട്ടിയിട്ടുള്ളത്. ഒരുപക്ഷെ 65% ഈഴവരും CPMന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ചില തെരഞ്ഞെടുപ്പുകൾ ഏറ്റവും ഉയർന്നത് 65% വരെ എന്നാണ് CSDSൻ്റെ കണക്ക്. ചില തെരഞ്ഞെടുപ്പുകൾ 50 ആയിട്ടുണ്ട്. അപൂർവം ചില ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ 35%-ലേക്ക് അത് താന്നിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ജനസമുദായങ്ങളിൽ നിന്ന് സമുദായ വിഭാഗങ്ങളിൽ നിന്ന് എത്രമാത്രം വോട്ട് കിട്ടും എന്നത് ഇതിൽ നിർണായകമാണ്. അതിൽ CPIM ഉറപ്പിച്ചിരിക്കുന്ന ജനസമൂഹങ്ങൾ ഇപ്പോൾ ഏതൊക്കെ ഉണ്ട് എന്ന കാര്യത്തിൽ കൺഫ്യൂഷനുണ്ട്. ഇപ്പോൾ നടക്കുന്ന ഈ സാമുദായികമായ കോലാഹലങ്ങൾ
ഏത് തരത്തിലായിരിക്കും അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കാൻ പോകുന്നത് എന്ന കാര്യവും വളരെ നിർണായകമായിരിക്കും. ഈ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പ് 2016 2021 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും മുസ്ലിം വിഭാഗത്തിൻ്റെ ഒരു മുൻപില്ലാത്ത വിധത്തിലുള്ള പിന്തുണ CPM-നും LDF-നും കിട്ടിയിട്ടുണ്ട് എന്നത് വളരെ വ്യക്തമാണ്. അത് അവർ ജയിച്ചു വന്നിരിക്കുന്ന സീറ്റുകൾ എടുത്താലും അവിടെ കിട്ടിയിരിക്കുന്ന ഭൂരിപക്ഷം എടുത്താലും ചില മണ്ഡലങ്ങൾ അവർ പിടിച്ചെടുത്തത് നോക്കിയാലും ഒക്കെ അത് വളരെ വ്യക്തമാണ്. അതങ്ങനെ തുടരാതെ അല്ലെങ്കിൽ അതിൽ വലിയ ഉലച്ചിലുണ്ടാകാതെ നോക്കുകയാണെങ്കിൽ മാത്രമല്ലേ CPM-ന് ഇപ്പോൾ ഈ പറയുന്ന പോലെ ഒരു തുടർഭരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റും. ഏറ്റവും നിർണായകമായ പാർട്ട് അതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അക്കാര്യത്തിൽ CPM-ൻ്റെ സ്ട്രാറ്റജി മൊത്തം തെറ്റിക്കിടക്കുകയാണ് എന്നുകൂടി പറയേണ്ടത്. ഇതുവരെയുള്ള വിവരം ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് CPIM മുസ്ലിം സമൂഹത്തിൽ വളരെ വലിയ തോതിലുള്ള ട്രസ്റ്റ് ഡെഫിസിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ യാതൊരു തർക്കവുമില്ല. അത് അനാവശ്യമായൊരു കാര്യത്തിൻ്റെ പുറത്തുണ്ടാക്കിയതാണ് എന്നതുകൂടി ശ്രദ്ധേയമാണ്. അതായത് മുസ്ലിം സമൂഹത്തിലുണ്ടായ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ മാറ്റത്തിൻ്റെ പുറത്തോ അതിനോടുള്ള റെസ്പോൺസോ ഒന്നുമല്ല. മറ്റ് ഒരു വോട്ട് ബാങ്കിനെ സാറ്റിസ്ഫൈ ചെയ്യാൻ എന്ന വിധത്തിൽ നടത്തപ്പെടുന്ന പരാമർശങ്ങൾ, അനാവശ്യമായ ശത്രുവൽക്കരണം തുടങ്ങിയ കാര്യങ്ങളിലൂടെ CPIM യഥാർത്ഥത്തിൽ കഴിഞ്ഞ 2000 ആണ്ട് മുതൽ ഇങ്ങോട്ട് CPM-ലേക്ക് കൂടുതലായി അടുത്തുകൊണ്ടിരുന്ന മുസ്ലിം സമൂഹത്തെ ഏറെക്കുറെ വളരെ കാര്യമായി തന്നെ ആൻറ്റഗണൈസ് ചെയ്തിരിക്കുന്നു എന്നത് വസ്തുതയാണ്. അതുകൊണ്ട് UDF വിജയിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട അത് വരുന്നത് ആ മേഖലയിൽ നിന്നായിരിക്കും എന്ന കാര്യവും സ്പഷ്ടമാണ്. ഞാൻ വേറൊന്നുകൂടെ അവസാനമായിട്ട് ഈ CPM-ന് ഇപ്പോൾ 62 സീറ്റുണ്ട്. 77 സീറ്റിൽ മത്സരിച്ച് 62 സീറ്റിലാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPIM വിജയിക്കുന്നത്. ഈ MLA-മാരിൽ വലിയൊരു വിഭാഗം അത്യാവശ്യം ഭേദപ്പെട്ട പെർഫോമൻസ്, അത് കേരളത്തിലെ മിക്കവാറും MLA-മാർ അങ്ങനെ തന്നെയാണ്. CPM-ലെ MLA-മാരും ഏതാണ്ട് ഭേദപ്പെട്ട പ്രവർത്തനം അവരുടെ മണ്ഡലങ്ങളിൽ കാഴ്ചവെക്കുന്ന ആളുകളാണ്. ഇതുകൂടി ഒരുപക്ഷെ അവർക്കൊരു പ്രതീക്ഷ നൽകുന്ന ഘടകമായിരിക്കും. ഒരു മണ്ഡലത്തിലെ വോട്ടിനെ പ്രധാനമായും ബാധിക്കുന്ന ഒരു കാര്യം നിലവിലുള്ള അവിടുത്തെ MLA അയാളെ തന്നെ അവിടെ വീണ്ടും ഫീൽഡ് ചെയ്യുകയാണെങ്കിൽ ആ MLA-ക്ക് അയാളുടെ പെർഫോമൻസ് അനുസരിച്ച് പ്ലസ്സോ മൈനസോ ഒരു 10% ഉണ്ടാവാതിരിക്കില്ല. ആ ഒരു അർത്ഥത്തിൽ ആ ഒരു പാരാമീറ്റർ അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു അപ്രോച്ച് എടുക്കുകയാണെങ്കിൽ ഏത് ഭാഗത്തും അതുണ്ടാവും. പക്ഷേ CPM-നാണ് ഇത്രയും 99 LDF MLA-മാരുണ്ട് എന്നതുകൊണ്ട് ആ MLA-മാരുടെ ഇൻഡിവിജ്വലായ സ്വാധീനം കൂടി LDF-ന് അനുകൂലമായിട്ടാണ് വരിക. പല മണ്ഡലങ്ങളിലും ഭരണത്തിൻ്റെ സ്വാധീനം കൂടി അതിലുണ്ടാവും, ഭരണത്തിൻ്റെ സൗകര്യം കൂടി അതിന് പിന്നിലുണ്ടാകും. അതുകൊണ്ട് ഈ ഘടകം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇൻഡിവിജ്വൽ MLA-മാരുടെ മണ്ഡലത്തിലെ സ്വാധീനം എന്നതും ആണ് ഒരു ഘടകം, ഒരു ചെറിയ ഘടകം. ഇത് പറയുമ്പോഴേ ഈ CPM ഇപ്പോഴും അവരുടെ ഒരു സംഘടനാ മെഷീനറി ആലോചിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ വോട്ട് പെർസെൻറ്റേജ് എന്നുള്ളത് വലിയ പരാജയം ഉണ്ടായെങ്കിൽ പോലും അവരുടെ വോട്ട് പെർസെൻറ്റേജ് എന്നുള്ളത് വലിയ തോതിൽ ഹിറ്റ് ചെയ്യാതെ നിൽക്കുന്നു എന്ന് അവർ ഒരുപക്ഷെ റീഡ് ചെയ്യുന്നുണ്ടാവും. അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടാവും. ഈ വെള്ളാപ്പള്ളിയോടുള്ള ആഭിമുഖ്യം ഈഴവ വോട്ടിനെ സോളിഡായി നിർത്തും എന്ന് കരുതുന്നുണ്ടോ? ഞാൻ വിചാരിക്കുന്നില്ല വെള്ളാപ്പള്ളിയോട് ഉള്ള ആഭിമുഖ്യം ഈഴവ വോട്ടിനെ സോൾഡായി നിർത്തും എന്ന് ഞാൻ ഒരു കാരണവശാലും വിചാരിക്കും. ഈഴവ വോട്ടിൻ്റെ കാര്യത്തിൽ CPIM ത്രട്ടൻഡ് ആണെന്ന് തോന്നുന്നുണ്ട്. ഈഴവ വോട്ടിൻ്റെ കാര്യത്തിൽ CPM ത്രട്ടൻഡാണെന്ന് അവരുടെ ഒരു മിഥ്യാധാരണയാണെന്നാണ് എനിക്ക് ഇപ്പോഴും തോന്നുന്നത്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ അങ്ങനെ ഒരു തെറ്റിദ്ധാരണയിലേക്ക് എത്തിയിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സിനാരിയോ ടോട്ടലി ഡിഫറൻ്റ് ആയിരുന്നു. അത് വേറൊരു പ്ലെയിനിൽ നടന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അവിടെ മറ്റ് പല വ്യാമോഹങ്ങളുടെയും അടിസ്ഥാനത്തിൽ BJPക്ക് വോട്ട് ചെയ്ത ഒരുപാട് ആളുകളുണ്ടാവും. അത് മോദി ഫാക്ടർ ഉണ്ടാവും, വലിയ തോതിലുള്ള ഭൂരിപക്ഷം എന്നുള്ള വ്യാജം പ്രചരിപ്പിച്ചതിൻ്റെ കാര്യം ഉണ്ടാവും, കേരളത്തിൽ നിന്ന് കൂടുതൽ ആളുകൾ ജയിക്കാൻ പോകുന്നു എന്നുള്ളൊരു പ്രതീതി സൃഷ്ടിക്കാൻ BJPക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായി അങ്ങോട്ട് സ്വിച്ച് ചെയ്ത വോട്ടുകളുണ്ട്. അല്ലെങ്കിൽ തന്നെ കേരളത്തിലെ ഹിന്ദു വിഭാഗത്തിൽ BJPയിലേക്ക് അനുഭാവം പുലർത്തുന്ന വോട്ടുകൾ കൂടുതലുണ്ട്. പക്ഷേ അത് BJPയിലേക്ക് പോകാതിരിക്കുകയാണ് ചെയ്യുക. കാരണം അത് ചെയ്തിട്ട് കാര്യമില്ല എന്നുള്ളതുകൊണ്ട് അവർ BJPക്ക് വോട്ട് ചെയ്യാതിരിക്കുക ചെയ്യുക. അവർ ഒന്നുകിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യും അല്ലെങ്കിൽ CPM-ന്. അതാണ് അതിൻ്റെ ഒരു രീതി. ഞാനത് ചോദിക്കുന്നത് 2016 ഈഴവ സമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ മറ്റേ വെള്ളാപ്പള്ളി നടേശനിൽ നിന്നും അദ്ദേഹത്തിൻ്റെ മകനിൽ നിന്നും CPIM ഏറ്റവും വലിയ ഭീഷണി നേരിട്ടത്. അവർ പരസ്യമായി തന്നെ തുഷാർ BJPയോടൊപ്പം ചേർന്ന്. പക്ഷെ അന്ന് അതിനെ നേരിട്ടത് ഇടതുപക്ഷ രാഷ്ട്രീയത്തിലെ ചരിത്രത്തിലെ ഏറ്റവും
അധികായരായ 2 ഈഴവ നേതാക്കളാണ്, VS അച്യുതാനന്ദനും പിണറായി വിജയനും. VSഉം പിണറായിയും ഒന്നിച്ചുണ്ടായിരുന്നു 2016 തെരഞ്ഞെടുപ്പിൽ. ആരാണ് മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ പോലും പിന്നീടാണ് തീരുമാനം വന്നത്. അതുകൊണ്ട് ഒരു തരത്തിലും തുഷാറിൻ്റെയോ വെള്ളാപ്പള്ളിയുടെയോ ആ ത്രെട്ട് മുന്നണിയെ ബാധിച്ചില്ല, ഇതിൻ്റെ റിസൾട്ടിനെ ബാധിച്ചില്ല. എന്നാൽ 2021 വരുമ്പം VS സീനിലില്ല, പിണറായി ഉണ്ട്. പിണറായിക്കും ഈഴവ സമൂഹം വലിയ തോതിൽ വോട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സാഹചര്യം വെച്ച് വെള്ളാപ്പള്ളി നടേശനെ ഏതെങ്കിലും തരത്തിൽ കൂട്ടിന് പിടിക്കേണ്ടതുണ്ട് CPMന് എന്ന് എനിക്കും തോന്നുന്നില്ല. എനിക്കൊരു കാരണവശാലും തോന്നുന്നില്ല. കാരണം വെച്ചാൽ വെള്ളാപ്പള്ളി നടേശന് ഒരു ഫാക്ടറിയേ അല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഈഴവ പ്രാതിനിധ്യം ഒരു പ്രശ്നമാണ്. അത് ഏതളവിൽ വിവിധ പാർട്ടികൾ നൽകുന്നു എന്ന് ആ സമുദായം ഒരു പക്ഷേ അളക്കുന്നുണ്ടാവും. അതിനനുസരിച്ച് അവർ റിയാക്ട് ചെയ്യുന്നുണ്ടാവും. മുൻകാലത്ത് അവർ റിയാക്ട് ചെയ്തിട്ടുണ്ട്. ആ പ്രാതിനിധ്യം വെച്ച് അവർ നോക്കുമ്പോൾ തുടർച്ചയായിട്ട് ഇടതുപക്ഷത്തിൻ്റെ മുഖ്യമന്ത്രിമാർ ഈ കഴിഞ്ഞ 3 ടേമിൽ ആ വിഭാഗത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാരാണ്. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പൊസിഷനിൽ ആ സമുദായത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സിനെ വെക്കാൻ CPMന് സാധിച്ചിട്ടുണ്ട്. മറ്റ് മന്ത്രിസഭയിലെ മറ്റ് പ്രാതിനിധ്യം എടുത്താൽ ചിലപ്പോൾ മറ്റ് വിഭാഗങ്ങൾക്ക് മേജർ പോർഷൻ ഉണ്ടാവും. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട പറയാൻ കഴിയില്ലെങ്കിലും ആ ജനവിഭാഗത്തിൽ നിന്ന് വരുന്ന പ്രതിനിധികൾ എന്നുള്ള അർത്ഥത്തിൽ ആ അർത്ഥത്തിൽ തന്നെ. പക്ഷേ അങ്ങനെ പ്ലേസ് ചെയ്യുന്നുണ്ട്. അത് ആ സമുദായം മനസ്സിലാക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് വെള്ളാപ്പള്ളിക്ക് ഈ പറയുന്ന യാതൊരു സ്വാധീനവും ഈഴവ വോട്ടിൻ്റെ പുറത്തുണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതല്ല. ഇപ്പോൾ ഈ നടന്നു വരുന്ന വിവിധ ശാഖായോഗങ്ങളിൽ വെള്ളാപ്പള്ളിക്ക് വേണ്ടിയിട്ടുള്ള വലിയ പ്രതിഷേധ സംഗമങ്ങളും രക്തക്കുറി തൊട്ടുകൊണ്ടുള്ള പ്രതിജ്ഞകളും ഒക്കെ നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഇതൊക്കെ ഫണ്ടഡ് ആയിട്ടുള്ള ചില പ്രൊപ്പഗാൻഡ മെക്കാനിസം എന്നുള്ളതിൽ കഴിഞ്ഞ് ഇതൊന്നും വോട്ടായി മാറാൻ പോകുന്നില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ മിഥ്യാധാരണ, അതായത് വെള്ളാപ്പള്ളിയെ PC ചെയ്യുന്നതുകൊണ്ട് ഈഴവ സമുദായത്തിൻ്റെ വോട്ട് കിട്ടും എന്നുള്ള തെറ്റിദ്ധാരണയിൽ CPM കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഏറ്റവും വലിയ അബദ്ധമായി മാറും. ഈ നേതൃത്വത്തിലെ സീനിയേഴ്സിനെ തിരികെ കൊണ്ടുവരിക എന്നൊരു ഓപ്ഷൻ CPMന് മുമ്പിലുള്ള ഒരു ഓപ്ഷനാണ്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് മത്സരഘട്ടത്തിൽ തന്നെ സീനിയേഴ്സായ പലരെയും ഒഴിവാക്കി. മത്സരം കഴിഞ്ഞ് തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ നിന്ന് ശൈലജ ടീച്ചർ പോലെയുള്ള ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ടാണ് മന്ത്രിസഭാ രൂപീകരണം നടന്നത്. യഥാർത്ഥത്തിൽ തിരിച്ചൊരു മെസ്സേജ്, ആ പരീക്ഷണം ഒരു വിജയമായിരുന്നു എന്ന് ഞാൻ കണക്കാക്കുന്നില്ല. ഒരു തരത്തിലുള്ള ഒരു മെച്യൂരിറ്റി ഇല്ലായ്മ ഈ മന്ത്രിസഭയുടെ മേൽ, അതിലെ പല അംഗങ്ങളുടെയും മേൽ ആരോപിക്കപ്പെട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ശൈലജ ടീച്ചർ ഉൾപ്പെടെ തോമസ് ഐസക് ഉൾപ്പെടെയുള്ള ആളുകൾ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഈ മന്ത്രിസഭയുടെ പ്രൊഫൈൽ മറ്റൊന്നാകുമായിരുന്നു. പക്ഷേ അതൊരു ഓപ്ഷനായി CPMന് മുമ്പിൽ ഇപ്പോഴും കിടക്കുകയാണ്. അത്തരമൊരു സാഹചര്യം ഉയർന്നു വരും എന്ന് കരുതാൻ കഴിയും. അതൊരു ഓപ്ഷനായിട്ട് കാണണം. കാരണം വെച്ചാൽ ഇപ്പോൾ പുറത്തേക്ക് വരുന്ന പല വാർത്തകളിലും CPM മുൻകാലത്ത് സ്വീകരിച്ചിരുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വളരെ കർശനമായി പാലിച്ച 2 ടേം വ്യവസ്ഥ അതിൽ ഇളവ് ചെയ്യും എന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട്. തുടർച്ചയായി വീണ്ടും മത്സരിക്കാൻ 2 ടേം കഴിഞ്ഞ മന്ത്രിസഭയിലുള്ള ചിലർക്കൊക്കെ മെസ്സേജ് ഇതിനകം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അവരതിനനുസരിച്ച് അവരുടെ മണ്ഡലങ്ങളിൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എക്സിസ്റ്റ് ചെയ്യുന്ന ഇപ്പോൾ തിരുവനന്തപുരം പോലൊരു ജില്ലയിൽ 2 ടേം പൂർത്തിയാക്കിയ MLAമാർ വീണ്ടും മത്സരിക്കും എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എറണാകുളത്ത് ആ MLAമാർ തുടരും എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള ഇളവുകളെക്കുറിച്ച് CPMൻ്റെ ഇന്നർ സർക്കിൾസിൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയിൽ ചിലപ്പോൾ കഴിഞ്ഞ തവണ മത്സരരംഗത്തുനിന്ന് മാറി നിന്നപ്പോൾ തോമസ് ഐസക്കിനെ പോലെയുള്ള ആളുകൾ ഒരു പക്ഷേ വീണ്ടും മത്സരരംഗത്തേക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ആളുകളെ തിരിച്ചു കൊണ്ടുവന്ന് മത്സരിപ്പിക്കുക കൂടി ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന ഒരു സിനാരിയോ ആയിരിക്കില്ല തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴത്തേക്കും ഫീൽഡിലുണ്ടാവുക. അതൊരു പക്ഷേ CPMന് കുറെ കൂടെ ഊർജം നൽകുന്ന ഒരു സിനാരിയോ ആയിരിക്കും അവിടെ ഉണ്ടാവുക. അവിടെ ഇന്ന് നെഗറ്റീവായി കാണുന്ന പല ഘടകങ്ങളെയും അനുനയിപ്പിച്ച് കൊണ്ടുവരാൻ ഒരു പക്ഷേ CPMന് കഴിഞ്ഞേക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്തരം ചില തീരുമാനങ്ങളിലേക്ക് അവർ പോകാനിടയുണ്ട് എന്ന സൂചനകളും വരുന്നുണ്ട്. ഇപ്പോൾ ചില മണ്ഡലങ്ങളിലൊക്കെ പഴയ നേതാക്കൾ, പഴയ മന്ത്രിസഭയിലിരുന്ന ആളുകൾ അവരൊക്കെ തിരിച്ചു വരാൻ പോകുന്നുണ്ട് എന്നൊക്കെയുള്ള ചർച്ചകൾ ഇപ്പം തന്നെ സജീവമായിട്ട് കേൾക്കുന്നതായിട്ട് നമ്മൾ അറിയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജിയിലേക്ക് CPM മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നേരത്തെ ബഷീർ പറഞ്ഞ പോലെ ഏത് വിധേനയും ഭരണം ഉറപ്പിക്കുക എന്നുള്ളൊരു അനിവാര്യമായ ആവശ്യം അവരുടെ മുമ്പിലുണ്ട്. കാരണം ഇല്ലെങ്കിൽ രാജ്യത്തൊരിടത്തും ഇടതുപക്ഷ സർക്കാർ ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക്. അതോടൊപ്പം തന്നെ ഉള്ള ഒരു ഇടതുപക്ഷത്തിൻ്റെ CPIMൻ്റെ നേതൃത്വം ഏറെക്കുറെ കേരളത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്.
ദേശീയ ജനറൽ സെക്രട്ടറി ഇവിടെ നിന്നാണ്, CITUവിൻ്റെ ജനറൽ സെക്രട്ടറി ഇവിടെ ഇവിടെ നിന്നാണ്, നിന്നാണ്, ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഇവിടെ നിന്നാണ്, മഹിളാ സംഘത്തിൻ്റേത് ഇവിടെ നിന്നാണ്. അങ്ങനെ CPIM എന്ന് പറയുന്നത് അതിൻ്റെ ഒരു നാഷണൽ സ്റ്റാറ്റസ് തന്നെ ത്രട്ടൻഡായി കിടക്കുന്നു. കേരളത്തിലേക്ക് കൂടുതൽ ഫോക്കസ്ഡ് ആവുന്നു. ഏറെക്കാലത്തിന് ശേഷം ദേശീയ ജനറൽ സെക്രട്ടറി ഇവിടുന്ന് വന്നിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ ഇവിടെ കൂടി തോറ്റാൽ, ഇവിടെ ഇത്തവണ തോറ്റാൽ ആ പാർട്ടിയുടെ ഒരു എക്സിസ്റ്റൻസ് പിന്നെ എന്തായിരിക്കും? തോറ്റാൽ എക്സിസ്റ്റൻസ് അത്ര പെട്ടെന്ന് ചോദ്യം ചെയ്യപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തോറ്റാലാണ് ആ പാർട്ടിക്ക് കുറേ കൂടി ഒരു എനർജിയും ഊർജ്ജവും ജീവനും ഉണ്ടാവുക എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. അതോ അത് ബംഗാളിൻ്റെ വഴിയാകും? കേരളത്തിൽ അത്ര എളുപ്പം ബംഗാളിൻ്റെ വഴി ആവില്ല. കാരണം ബംഗാളിലെ സിനാരിയോ വേറെയാണ്. ബംഗാളിലെ സിനാരിയോ വേറെയായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ അവിടെ പാർട്ടി സംവിധാനങ്ങൾ മുഴുവൻ ഭരണ സംവിധാനങ്ങളെ പോലെ പ്രവർത്തിക്കുകയും ഏതാണ്ട് പോലീസിങ് സംവിധാനം പാർട്ടി കേന്ദ്രങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തൊരു ഉദ്യോഗസ്ഥ ഭരണം പോലെ പാർട്ടി മാറിയ ഒരു അവസ്ഥയായിരുന്നു. അത്രത്തോളം ഇവിടെ എത്തിയിട്ടില്ല. അത്രത്തോളം ഇവിടെ എത്തിയിട്ടില്ല. ഇപ്പോഴും അത്യാവശ്യം ജനബന്ധം പുലർത്തുന്ന, ഏത് വലിയ പരാജയം ഉണ്ടായാൽ പോലും കുറച്ചൊക്കെ റെപ്രസെൻറ്റേഷൻ നിലനിർത്താൻ സാധിക്കുന്ന ഒരു സംവിധാനം ഇപ്പോഴും കേരളത്തിലുണ്ട്. അതോടൊപ്പം തൃണമൂല് പോലെയുള്ള ഒരു സംവിധാനവും ഇവിടെയില്ല. അത് മാത്രമല്ല, ഇപ്പോൾ ബംഗാളിനൊന്ന് ആലോചിച്ച് നോക്കൂ, തോൽക്കുമ്പോൾ കൂട്ടത്തോടെ അട്ടിമറിഞ്ഞ് തോൽക്കുന്നൊരവസ്ഥയാണ്. പിന്നെ ഒരു സീറ്റിലേക്ക് പോലും ജയിച്ചു വരാൻ കഴിയാത്തൊരവസ്ഥ ബംഗാളിലുണ്ടായി. അത്തരമൊരവസ്ഥയിലേക്ക് കേരളത്തിൽ CPM പോകും എന്ന് ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ നമ്മൾ ഭയക്കേണ്ടതില്ല. മാത്രമല്ല, പ്രതിപക്ഷത്തേക്ക് മാറുകയാണെങ്കിൽ മുൻകാലത്തുന്നത് പോലെ കുറെ കൂടെ ഊർജ്ജത്തോടു കൂടിയായിരിക്കും CPM തിരിച്ചു വരിക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 10 വർഷത്തെ ഭരണത്തിന് ശേഷം ഒരു പ്രതിപക്ഷത്തുള്ള ഒരു 5 വർഷത്തിൻ്റെ ആവശ്യമുണ്ട്. വ്യക്തിപരമായി ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത്. CPMൻ്റെ ഈ തെരഞ്ഞെടുപ്പിലെ, ഈ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സാധ്യതകളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. ഇതിൽ ചിലതൊക്കെ വളരെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ മാത്രമാണ്. അതിനപ്പുറത്ത് അത് വസ്തുതാപരമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലതൊക്കെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ മാത്രം, ആ നിലയിൽ മാത്രം കണ്ടാൽ മതി. പക്ഷേ CPMനെ സംബന്ധിച്ച് ഏറ്റവും പോസിറ്റീവായ ഘടകം അവരുടെ വോട്ട് ഷെയർ. അവർ ഭയക്കുന്നത് പോലെ, ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള കുത്തൊലിച്ചിൽ അവരുടെ വോട്ട് ബാങ്കിലുണ്ടായി എന്നാണ് CPM വിചാരിക്കുന്നത്. അതിൽ ഇലക്ഷൻ റിസൾട്ട് നോക്കുമ്പോൾ അത് ഏതാണ്ട് ശരിയുമാണ്. പക്ഷേ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അവരുടെ കൃത്യമായ വോട്ട് ബാങ്ക് അവിടെ ഇപ്പോഴും ഉണ്ട് എന്ന കണക്കാണ്, വോട്ട് ഷെയർ കണക്കാക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് അവരെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചു വരാനുള്ള സാധ്യത ഇനിയും ശേഷിക്കുന്നുണ്ട് എന്ന് ഈ വോട്ട് പെർസെൻറ്റേജിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നിശ്ചയമായും പറയാം. ഒപ്പം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ ഏതാണ്ട് 25.5% വോട്ട് ഷെയറിൻ്റെ ബലത്തിൽ കിട്ടിയ 62 സീറ്റ്, അത് ഒരുപക്ഷെ അവർക്ക് കൂടുതൽ ഊർജം നൽകുന്നുമുണ്ടാവും കണക്കുകളിലെങ്കിലും. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുകയാണ്. മറ്റു എപ്പിസോഡുമായി വീണ്ടും കാണാം.